ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ലൂയിസ് കരോളിന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വംശനാശം സംഭവിച്ച പക്ഷി ഏതാണ്? ഡോഡോ. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ലൂയിസ് കരോളിന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വംശനാശം സംഭവിച്ച പക്ഷിയാണ് ഡോഡോ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാരാതൈറോയ്ഡ് ഗ്രന്ഥി. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് തിമിരം. കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് തിമിരം. രക്തകോശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. 2001 വിക്കിപീഡിയ സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ജിമ്മി വെയിൽസ്, ലാറി സാങ്ങർ. ജിമ്മി വെയിൽസ്, ലാറി സാങ്ങർ ഇവർ ചേർന്നിട്ട് 2001 സ്ഥാപിച്ചതാണ് വിക്കിപീഡിയ. 2001 വിക്കിപീഡിയ സ്ഥാപിച്ചവരാണ് ജിമ്മി വെയിൽസ്, ലാറി സാങ്ങർ. UPSന്റെ മുഴുവൻ രൂപമാണ് അൺഇന്ററപ്റ്റബിൾ പവർ സപ്ലൈ. UPSന്റെ പൂർണ്ണ രൂപമാണ് അൺഇന്ററപ്റ്റബിൾ പവർ സപ്ലൈ. 1994 ജെറി യാങ്, ഡേവിഡ് ഫിലോ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച കമ്പനിയാണ് യാഹൂ. 1994 ജെറി യാങ്, ഡേവിഡ് ഫിലോ എന്നിവർ ചേർന്ന് 1994 സ്ഥാപിച്ച കമ്പനിയാണ് യാഹൂ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് മലപ്പുറം. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്ത് എന്ത് ദുരന്തം സംഭവിച്ചാലും ഏത് സമയത്തും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ള സേനയാണ് സാമൂഹിക സന്നദ്ധ സേന. സംസ്ഥാനത്ത് എന്ത് ദുരന്തം സംഭവിച്ചാലും അത് ഏത് സമയത്താണെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളവരുടെ സേനയാണ് സാമൂഹിക സന്നദ്ധ സേന. കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 1972 29ാം ഭേദഗതി. കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 1972 29ാം ഭേദഗതി. വിധവകൾ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ വനിതകൾ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. വിധവകൾ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ വനിതകൾ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന കേരള സാമൂഹിക മിഷന്റെ പദ്ധതിയാണ് മംഗല്യ. വിധവകൾ, നിയമപരമായി ബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന കേരള സാമൂഹിക മിഷന്റെ പദ്ധതിയാണ് മംഗല്യ. കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച വർഷം 1969 കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച വർഷമാണ് 1969. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം, അതായത് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്.
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾക്ക് വായ്പാ സഹായധനം നൽകുന്ന സർക്കാർ സ്ഥാപനമാണ് കേരള നഗര ഗ്രാമ വികസന ധനകാര്യ കോർപ്പറേഷൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾക്ക് വായ്പാ സഹായധനം നൽകുന്ന സർക്കാർ സ്ഥാപനമാണ് കേരള നഗര ഗ്രാമ വികസന ധനകാര്യ കോർപ്പറേഷൻ. കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി ആരംഭിച്ച വർഷമാണ് 1986. കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1986. കേരളത്തിലെ അർഹരായ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്ക് സുരക്ഷിതവും മാന്യവുമായ വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. കേരളത്തിലെ അർഹരായ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ വില്ലേജാണ് ഇടുക്കിയിലെ മ്ലാപ്പാറ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് മ്ലാപ്പാറയാണ് ഇടുക്കിയിൽ. രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കേരളം കേന്ദ്രീകരിച്ചുള്ള വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കേരളം കേന്ദ്രീകരിച്ചുള്ള വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ആരുടെ മുൻപാകെയാണ്? ഇത് ഗവർണറുടെ മുൻപാകെയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 315(1). സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 315(1). ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതാ നിരക്കിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതാ നിരക്കിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദേശ ഭാഷയാണ് നേപ്പാളി. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട വിദേശ ഭാഷ നേപ്പാളിയാണ്. കൂടിയാട്ട കുലപതി എന്ന് അറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ട കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഏത് നൃത്തരീതിയിലാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ശ്രദ്ധേയയായത്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ശ്രദ്ധേയമായത് ഏത് നൃത്തത്തിലാണ്? അതായത് മോഹിനിയാട്ടത്തിലാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതികം എന്ന പദത്തിന്റെ വിപരീതമാണ് ആത്മീയം. ഭൗതികം എന്ന പദത്തിന്റെ വിപരീതമാണ് ആത്മീയം. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ യോജിച്ച സന്ദർഭത്തിൽ എന്ന് വരും. ജസ്റ്റ് ഇൻ ടൈം തർജ്ജമ ചെയ്യുമ്പോൾ യോജിച്ച സന്ദർഭത്തിൽ. പൂജ്യനാവുക എന്ന ശൈലിയുടെ അർത്ഥം ബഹുമാനിക്കപ്പെടുക എന്നാണ്. പൂജ്യനാവുക എന്ന ശൈലിയുടെ അർത്ഥം ബഹുമാനിക്കപ്പെടുക. അവൻ എന്ന വാക്കിലെ സന്ധി ഏതാണ്? ആഗമസന്ധി. അവൻ എന്ന വാക്കിലെ സന്ധി ആഗമസന്ധിയാണ്. മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അത് പുറത്തിറങ്ങിയ വർഷം 1984 ആണ്. മലയാളത്തിലെ ആദ്യത്തെ
3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അത് പുറത്തിറങ്ങിയത് 1984 പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ.